ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ എപ്പിസോഡ് ഓഫ് കാർഡ്മേഴ്സ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും 2025 നിന്ന് 2026 കടക്കുവാണ്. ഇപ്പോൾ 2025 എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നമുക്ക് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടന്ന്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ 2026 ഞാൻ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തിയെടുക്കണം എന്ന് വെച്ചാൽ ഒരു 100% കാര്യങ്ങളിൽ ഒരു 70 above എങ്കിലും നടത്തിയെടുക്കണം. അതാണ് എൻ്റെ ഇത്തവണത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. എന്തായാലും എല്ലാം നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ന്യൂ ഇയർ ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇയറിന് നമ്മളെല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. പക്ഷേ ഇത്തവണ മൊത്തം വിഷയങ്ങളാണ്. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൂർ നമ്മുടെ ടൂറല്ല, നമ്മുടെ എല്ലാ ടൂറും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട്, നമ്മുടെയൊക്കെ ഉണ്ണിപ്പാപ്പ പോലീസിൽ കയറിയതുകൊണ്ട് ഉണ്ണിപ്പാപ്പ ക്യാമ്പില്ല. ഉണ്ണിപ്പാപ്പയായിരുന്നു നമ്മുടെ ടൂർ കോർഡിനേറ്റർ. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റ് ചെയ്യുന്നത്. ക്രിസ്മസിന് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് നമ്മളെല്ലാവരും കൂടി വൈബാക്കി. പക്ഷേ ന്യൂ ഇയറിന് പുള്ളിക്കാരന് ലീവില്ല, അതുകൊണ്ട് മൊത്തം ശോകമായിരിക്കും. പക്ഷേ ഞാനെന്ത് ചെയ്യാൻ പോണ്, ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും പുറത്തേക്ക്. എന്നിട്ട് ആരെങ്കിലൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കും. അവന്മാരുടെ കൂടെ എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ ആഘോഷിക്കുന്നുണ്ടോ അവന്മാരുടെ അടുത്തൊക്കെ പോയി നമ്മളൊന്ന് വ്ലോഗ് ചെയ്യും. അതാണ് പരിപാടി. പിന്നെ ഫുഡ് നമുക്ക് വീട്ടിൽ അച്ഛൻ അമ്മയൊക്കെ ഉണ്ടാക്കിയതുണ്ടാവും, അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനാണ് പരിപാടി. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്, നമുക്കൊരു 5-6-7 ഫ്രണ്ട്സ് ഉണ്ട്. ഇവന്മാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേമാർ അമ്മാരുടെ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആഘോഷിക്കാൻ പോയി. വാവക്കൂട്ടനാണെങ്കിൽ ഉണ്ണിപ്പാപ്പ ഉണ്ടെങ്കിലേ വരുള്ളൂ. എന്തായാലും നമുക്കിന്ന് കിച്ചുവിനെ വാവക്കൂട്ടനെ എട്ടിത്തറേനെന്ന് വിളിച്ചു നോക്കാം. ഇവന്മാർ 4 പേരുമാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് തന്നെ ആൾക്കാർ. അപ്പോൾ നമുക്ക് കിച്ചു ചേട്ടനെ വിളിക്കാം. കിച്ചു ചേട്ടനെ ഞാൻ ഒരു ഉച്ചയായപ്പോൾ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തില്ല, അവൻ ബിസിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നാറിക്കൊന്ന് തിരിച്ച് വിളിക്കാൻ പാടില്ല, അവൻ തിരിച്ചു പോലും വിളിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവനെ വിളിച്ചിട്ട് നമുക്കൊന്ന് മോട്ടറാക്കാം. അവൻ എന്തായിരിക്കും, ചിലപ്പോൾ അവൻ തകർക്കുമായിരിക്കും ന്യൂ ഇയർ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ. വിളിച്ചു നോക്കാം, അതല്ലേ വേണ്ടത്. വിളിച്ചിട്ട് നമുക്ക് അവനെ നാണം കെടുത്താം. അവന് പൊളിയും, അത് വേറൊരു കാര്യം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കിച്ചു ബ്രോനെ വിളിക്കാൻ പോവാണ്. ഹലോ, അജയ് പ്രേം അല്ലേ? എന്താണ് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? നമ്മുടെ കൂടത്തിലൊന്നും ഇത്ര ന്യൂ ഇയർ ആഘോഷിക്കാനില്ലല്ലേ? കണ്ട ഇവനൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പുറത്തുപോയി. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ. അത് ശരിയല്ല. അപ്പൊ അടുത്ത വാക്കോട്ട ചേട്ടൻ വിളിക്കട്ടെ. വാക്കുടൻ ചേട്ടന് ഫോൺ എടുക്കുന്നില്ല. ഈ സാധനം കേൾക്കുമ്പോൾ കലി വരിക. ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഐഫോണുള്ള തെണ്ടികൾക്ക് ഇതാണ് മെയിൻ പരിപാടി. റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. എന്നാൽ ഉമ്മാരത് കേൾക്കുമോ? അതുമില്ല. അപ്പോൾ കിച്ചു ഒടിച്ച് വാക്കുട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാനുള്ള. പിന്നെ അടുത്ത് നമ്മുടെ അപ്പുക്കൂട്ടനുണ്ട്. അപ്പുക്കൂട്ടനൊന്ന് വിളിച്ചു നോക്കാം. അപ്പുക്കൂട്ടൻ എന്തായാലും വരും, അത് ഉറപ്പാണ്. നമ്മളെ വിളിച്ചാൽ ഇവൻ വരും. അവൻ വന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് അവൻ്റേതായ വൈബ് പിടിച്ചിട്ട് അവൻ കടുതപ്പും. ഇതാണ് അപ്പുക്കൂടൻ. ഹലോ, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? കണ്ട് ഇവനെ ഓടിച്ചു ഗൈസ്. അങ്ങനെ അപ്പുക്കൂട്ടനെ ഓടിച്ചു. അപ്പുക്കൂട്ടനെ ഓടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ 3 പേരും നമ്മളിപ്പോൾ ഓടിച്ചേക്കുകയാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇനി വിളിക്കാനുള്ളത് സതീശൻ കഞ്ഞിക്കുഴിയാണ്.
ഇപ്പം ഈ എബ്രോഡുള്ള ആൾക്കാരൊന്നും നാട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നാട്ടിലൊരു പരിപാടിയില്ല, അവിടുത്തെ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ. ഹലോ എടാ, ന്യൂ ഇയറിന് എന്താ പരിപാടി? നീ എവിടെ പോണ്? മഞ്ഞായോണ്ടില്ലേ? വീട്ടിൽ കുഞ്ഞനൊക്കെ ആയിട്ട് ആഘോഷിക്കാന്ന് വെച്ചാ? എന്തായാലും കൊള്ളാളാ. ഞാൻ വീട്ടില്. എന്താ ആഘോഷാടാ, ഞാൻ ഒരു 10 മണിയാകുന്ന നേരത്ത് പുറത്തിറങ്ങി അണ്ണന്മാരുടെയൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അവരുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കണ്ട് തിരിച്ചു വരാമെന്നാണ് എൻ്റെ ഉദ്ദേശം. ഒന്ന് ഇറങ്ങുമ്പോൾ വിളിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം നമ്മുടെ 4 കൂട്ടുകാരെ വിളിച്ച് 4 കൂട്ടുകാർ ഓടിച്ച് ഒരുത്തൻ എറണാകുളത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി. പിന്നെ ബാക്കിയുള്ളവന്മാരൊന്നും ഇല്ല, അമ്മമാർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ, തിരക്ക്, അങ്ങനെ. ഇനി നമ്മൾ ഉണ്ണിപ്പാപ്പനെ വിളിക്കാം. പോലീസ് ക്യാമ്പിലുള്ള ഉണ്ണിപ്പാപ്പനെ വിളിച്ച് ഫോൺ എടുക്കുക നോക്കാം. അവനെന്തായാലും എടുക്കും, ഫോൺ എടുക്കും. ഫോൺ എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ അവനോടൊന്ന് ചാടി വരും. അതാണ് നമ്മുടെ ഉണ്ണിപ്പാപ്പ. ഫോൺ എടുക്കാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ക്യാമ്പിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് വിളിക്കും. കാരണം ഉണ്ണിപ്പാപ്പ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ മിക്ക പരിപാടികളും പൊളിഞ്ഞ് പാളീസായി. ക്രിസ്മസ് വന്നതുകൊണ്ട് എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല ആർമാതായിരുന്നു. അങ്ങനെ ഉണ്ണിപ്പാപ്പ ഫോൺ എടുത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആരുമില്ല. എല്ലാവരും എല്ലാവരുടേതായ തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയ രീതിയിൽ ഞാൻ ഒരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് കിട്ടിയ പ്ലം കേക്ക്. അത് മുറിച്ചിട്ട് അച്ഛനും ഞാനും കൂടി കഴിക്കും. പിന്നെ ഫുഡ് നല്ല അമ്മ ഉണ്ടാക്കുന്ന അടിപൊളി ചോറും മീൻകറി ഉണ്ട്, അത് കഴിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ന്യൂ ഇയർ എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ആഘോഷിക്കുന്നത്, നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. വാക്കുട്ടൻ വിളിക്കുന്നുണ്ട്. വാക്കുട്ടനോട് നമുക്ക് ഹേ ബ്രോ, എൻ്റെ മൊച്ചാനെ ന്യൂ ഇയർ എല്ലാവരും ഓടിച്ചല്ല. അജയപ്രേം എറണാകുളത്ത് വിട്ടിത്തറയുടെ വീട്ടിലുള്ളവർ മൊത്തം ആശുപത്രിയിലാന്ന്. അവൻ്റെ എല്ലാവർക്കും പനിയാ. പിന്നെ നമ്മുടെ സതിക്കോട്ടൻ മഞ്ഞായോണ്ട് ഇറങ്ങുള്ളൂ. പിന്നെ ആരുമില്ല. ഉണ്ണിച്ചനെ വിളിച്ചിട്ട് ഉണ്ണിച്ചൻ പോലീസ് ക്യാമ്പിലായതുകൊണ്ട് അവനെ എടുത്തില്ല. എന്താടാ ന്യൂ ഇയർ ആഘോഷിക്കാൻ ആരുമില്ല. 2-ാം തീയതി ആരും കാണത്തില്ല. നീ എവിടെ പോവാ? നിനക്ക് വേറെ പുറം കമ്പനി കാണുമല്ലോ. ഞാൻ ഒരു 10 മണിയാകുമ്പോ ഇറങ്ങുന്നുണ്ട്. 10 മണിയാകുമ്പോ ഇറങ്ങുമ്പോ അവിടെ കണ്ണാണനും കുട്ടാകണ്ണൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുമായിരിക്കും. അവിടെ ചെന്നിട്ട് നമുക്ക് അവരുടെ പപ്പാനി കത്തിച്ച് അവരുടെ പടക്കം പൊട്ടിച്ച് അവരുടെ ഫുഡും തിന്നാം. അവരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ വ്ളോഗിൽ ചേർത്ത് കണ്ട. ഇതാണ് നമ്മുടെ വാക്കുട്ടൻ ചേട്ടൻ. ഞാൻ എവിടെ വിളിച്ചാലും ആകെ വരാന്ന് പറയണ ഇവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്ക് ഇവനും ഒടിക്കും. ഒക്കെ വരുമ്പോളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂ ഇയർ. അപ്പോൾ എബ്രോഡുള്ള ആൾക്കാരൊന്നും സങ്കടപ്പെടേണ്ട. നാട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. ഇവിടെയെങ്ങും ആരുമില്ല, എല്ലാവരും എബ്രോഡാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കുക എന്നാണ് തോന്നണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ന്യൂ ഇയർ ഇത്രയൊക്കെ ഉള്ളു. ഇപ്പം എന്തായാലും ഇനി നമുക്ക് ഒരു 10 മണിയൊക്കെ ആവാൻ നേരത്ത് നമുക്ക് പുറത്തിറങ്ങി നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അച്ഛനുമായിട്ട് കേക്കൊക്കെ മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അച്ഛൻ്റെ കൂട്ടുകാരുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. ഞാനും എൻ്റെ കമ്പനിയിലെ കേക്കും കൂടി ന്യൂ ഇയറിന് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവുക. അപ്പോൾ ഞാൻ പോയി കേക്ക് എടുത്തിട്ട് വരാം. ഗൈസ്, ഇതാണ് എൻ്റെ കമ്പനിയിലെ കേക്ക്, ഇലൈറ്റ് പ്ലം കേക്ക്. അപ്പോൾ ഇത് മുറിച്ചാണ് ഞാൻ എൻ്റെ ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാം.
ലൈറ്റിൻ്റെ നല്ല അടിപൊളി പ്ലം കേക്കാണ്. എനിക്ക് ക്രീം കേക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടം പ്ലം കേക്കാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ പക്ഷേ ഒരുപാട് കഴിക്കാറില്ല. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പടത്തടിക്കും. പിന്നെ ഞാനിപ്പോൾ കലോറി മാക്സിമം കുറക്കുക. കുറച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ലിമ്മായിട്ട് ചെയ്യണത് നല്ലത്. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം അല്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലിമ്മായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ കേക്ക് ക്രിസ്മസിന് കിട്ടിയതാണ്. ക്രിസ്മസിന് മൊത്തം രണ്ട് കേക്ക് കിട്ടി. ഒരെണ്ണം ഞാനും അമ്മയും അച്ഛനും കൂടി കഴിച്ചു. ഇനി ഒരെണ്ണം മിച്ചമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ന്യൂ ഇയറിന് മുറിച്ച് കഴിക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ന്യൂ ഇയറിന് മുറിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ നേടുന്നു. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്തവണത്തെ ന്യൂ ഇയർ എല്ലാവർക്കും അടിപൊളിയായിരിക്കും. അതൊരു മാറ്റമില്ല, ഇതിൻ്റെ വാക്ക. അപ്പോൾ എല്ലാവരും മധുരമൊക്കെ കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ തുടങ്ങുക. അടിപൊളി കേക്കാണ്. ഇലൈറ്റിൻ്റെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പല കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇലൈറ്റിൻ്റെ അത്രയും ബെസ്റ്റായിട്ട് എനിക്ക് വേറൊരു കേക്കും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വൈക്കത്ത് സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കുള്ളത് ഫുഡുണ്ടോ എമീറ്റോ എന്ന് പറയുന്ന ആപ്പാണ്. ഇന്ന് ഫുഡുണ്ടോ 7:30 കഴിഞ്ഞ് സ്റ്റാർട്ടാവുള്ളൂ. ഞാനൊരു അൽഫാം ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് വരെ നടക്കണില്ല. 7 കഴിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ അൽഫാം കൂടി കഴിക്കണം. എന്താ ന്യൂ ഇയർ ഞാൻ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുക. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പം അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. പണ്ടത്തെ ന്യൂ ഇയർ അതൊക്കെയായിരുന്നു ന്യൂ ഇയർ. എല്ലാവരും കൂടി പാടത്തൊക്കെ പോയിരുന്നു, സ്പീക്കറിൻ്റെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് അതിലൊക്കെ കാര്യം പറഞ്ഞ് എന്നൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന പ്രായമായി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒറ്റക്കാവും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കായി. എല്ലാവരും പല പല വഴിക്ക് പോവും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാള കളിച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല. ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ട? പൈസ വേണ്ട. നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് വെക്കുക. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങളും ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ ആഗ്രഹമാണത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് വരും. ആൾക്കാർ പലതും പറയും, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മൾ ആരാണെന്ന് എന്താണെന്ന്. നമുക്ക് നമ്മളെ കഴിവിലൊരു വിശ്വാസം വേണം. എന്നിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും സമയമാകുമ്പോൾ സക്സസ് ആയിരിക്കും. ഒന്നും ശ്രമിക്കാതിരുന്നിട്ട് ഞാൻ രക്ഷപ്പെടണമല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല. അപ്പം മൊത്തം പറഞ്ഞുകൊണ്ട് കേക്ക് മൊത്തം ഞാൻ തിന്നും. എന്തായാലും ഞാൻ ഈ കേക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് അണ്ണന്മാരുടെയൊക്കെ എടുത്ത് പോയി ന്യൂ ഇയർ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചാവാലിപ്പട്ടിയൊക്കെ കുരക്കുന്നുണ്ട് കണ്ട് വീട്ടിലൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇട്ടിത്തറ അപ്പമില്ല. പണ്ട് ഇട്ടിത്തറ അപ്പം ഉണ്ടാവുകൊണ്ട് ഇട്ടിത്തറ അപ്പം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇട്ടിത്തറ അപ്പമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ പേടിച്ച് ഈ കോര വനത്തിലൂടെ നടന്നു പോകണം. ഇതൊരു ഡെവലപ്മെൻറ്റിലത്തെ സ്ഥലമാണ്, അലമ്പാണ് മൊത്തം. അപ്പോൾ ആരൊക്കെയാണെന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നതെന്ന്, എവിടെയൊക്കെയാണ് ആഘോഷമുള്ളത് അവിടെയൊക്കെ പോയി നമ്മളൊന്ന് തകർക്കാൻ പോവുക. അതാണ് നമ്മുടെ പരിപാടി. വഴിയിൽ നിന്ന് ഏതോ വേട്ടാവളിയന്മാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. ഏതോ വേട്ടാവളിയന്മാരൊക്കെ. ഇപ്പം എവിടെയൊക്കെ ആഘോഷമുള്ള അങ്ങോട്ടേ പോകാം. പണ്ടാരം 10 മണിക്ക് പുറത്തിറങ്ങിയിട്ട് ഒടുക്കത്തെ തണുപ്പും. ഇവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യരും ഇല്ല.
ഇതെന്ത് ന്യൂ ഇയറാ, ഒറ്റ ആൾക്കാർ പോലും ഇല്ലാത്ത വൃത്തികെട്ട ന്യൂ ഇയർ. വഴിയിലൊന്നും ആരെയും കാണാനില്ല. ഈ കടുക്കര പോയി നോക്കുമ്പോൾ അറിയാം അവിടെ ആരെങ്കിലും ഉണ്ടെന്ന്. 2026 ന്യൂ ഇയർ ആഘോഷിക്കാൻ നോക്കിയിട്ട് ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. ഒരിടത്തും ഒരാഘോഷമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ആഘോഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ ന്യൂ ഇയറിൻ്റെ അവസ്ഥ. എല്ലായിടത്തും ശൂന്യം. എന്ന് വെച്ചാൽ ഒരു ഒച്ചയിട്ടൊരു പാട്ട് പോലും കേൾക്കാനില്ല. അതായിരുന്നു നമ്മുടെ 2026 ന്യൂ ഇയർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊക്കെ ബോധം വെച്ചതാണോ അതോ ആൾക്കാർക്കൊക്കെ ആഘോഷിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞതാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി 2027 ആ നേരത്ത് ഇതിൽ കൂടുതൽ ആൾക്കാർ കുറയും. 2028 ആകുമ്പോൾ വീണ്ടും കുറയും. കുറേ നാൾ കഴിയാൻ നേരത്ത് നമ്മുടെ ഇന്ന് നാട്ടിൽ ആരും ഉണ്ടാകത്തില്ല. കുറേ വീടുകളൊക്കെ ഇങ്ങനെ അനാഥപ്പെട്ടു പോലെ കിടക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോണ. എന്തായാലും 2026 എല്ലാവരും എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ. അപ്പം ഞാൻ വീട്ടിലെത്തി. ഇപ്പം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തായിട്ട് പോയിട്ട് ഞാൻ എവിടെയും വലിയ പരിപാടിയൊന്നും കണ്ടില്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ നാട്ടിലെ ന്യൂ ഇയറിൻ്റെ അവസ്ഥ. ആഘോഷിക്കാനൊന്നും ആരുമില്ല. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വീഡിയോ കോൾ ചെയ്ത് വാട്സപ്പിലൊക്കെ. അപ്പോൾ അമ്മമാരുടെ കൂടെ എത്തി 10-20 പിള്ളേരൊക്കെ ഉണ്ട്. ഇവന്മാർ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ആഘോഷിക്കാനൊന്നും ആരുമില്ല. ഇപ്പോൾ കാണാം, നമ്മുടെ കിച്ചുവും വാക്കുട്ടനും ഉണ്ണിച്ചനും അപ്പവും മാറി നിന്നപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർന്ന് ആരുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അപ്പവും ചിക്കൂസും വാക്കുട്ടനൊക്കെ ഇപ്പോൾ ഉറങ്ങി കാണും. അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വ്ളോഗുകളൊക്കെ ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടിപൊളിയായിട്ടുള്ള ഒരുപാട് കണ്ടൻസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് തൊട്ടങ്ങോട്ട് മൊത്തം വ്ളോഗായിരിക്കും. ഈ 2 മാസം കുറച്ച് രക്ഷ. 2 മാസം നമ്മൾ അടിപൊളി. എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സാധനങ്ങളായി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബെല്ലൈക്കണൊക്കെ അമർത്തുക. അങ്ങനെയല്ലേ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഈസ് കൺമസ് ഷോ. ബൈ ദ ബൈ.